ആഗോള നയതന്ത്രം ശക്തമായ ധ്രുവീകരണത്തിനും സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും സാക്ഷ്യം വഹിക്കുമ്പോൾ ഇന്ത്യയും റഷ്യയും തങ്ങളുടെ കാലാതീതമായ സൗഹൃദം കൂടുതൽ ദൃഢമാക്കാനുള്ള നിർണായക നീക്കങ്ങളിലാണ്. ഡിസംബർ ആദ്യവാരം ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയും അതിന് മുന്നോടിയായുള്ള ഉന്നതതല കൂടിക്കാഴ്ചകളും ലോകത്തിലെ പ്രബല ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം അചഞ്ചലമായി നിലനിൽക്കുമെന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട്. കാരണം യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണ്. ഈ ഉച്ചകോടി കേവലം ഒരു ഉഭയകക്ഷി ചർച്ച മാത്രമല്ല, ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു ബഹുധ്രുവ ലോകക്രമം സ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും എടുക്കുന്ന കൂട്ടായ നിലപാടിന്റെ പ്രതീകമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും താല്പര്യം ഈ ബന്ധത്തിന്റെ പ്രത്യേകതയാണ്. പുടിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചകൾ ഉഭയകക്ഷി ബന്ധത്തിന് ഇരു രാജ്യങ്ങളും നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. നവംബർ 17-ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് റഷ്യയിൽ വെച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് യോഗത്തിൽ പങ്കെടുക്കാനാണ് ജയശങ്കർ റഷ്യയിലെത്തിയത്. ഈ ചർച്ചകൾ ഡിസംബറിലെ ഉച്ചകോടിയുടെ അജണ്ട, പ്രധാന കരാറുകൾ, സംയുക്ത പ്രഖ്യാപനങ്ങളുടെ രൂപരേഖ എന്നിവയ്ക്ക് അന്തിമ രൂപം നൽകി.